ജനാർദ്ദന കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ കാമരത്ന തന്ത്രം, അധ്യായം 5 മോഹനം. ധൂപപ്രയോഗം. കന്യാവിഷയം, സ്ത്രീസംഘം, രാജാവിനെ കാണാൻ, ക്രയവിക്രയം, വിജ്ഞാനം, ബുദ്ധിപരമായ കാര്യങ്ങൾ തുടങ്ങിയ സർവ്വ വിഷയങ്ങളിലും കർമ്മങ്ങളിലും, കളികൾ, കൗതുക കാര്യങ്ങൾ, സഭകൾ തുടങ്ങിയവയിലും ബുദ്ധിമാന്മാർ ധൂപപ്രയോഗം ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. കർക്കടശൃംഗി, വച, നലഭസർജരസം, രാല, ചെറിയ ഏലക്കായ, ഈ എല്ലാ വസ്തുക്കളും തുല്യ അളവിലെടുത്ത് അതിൽ മലയഗിരി ചന്ദനക്കാതിൽ ചേർത്ത് പൊടിച്ച് താമസിക്കുന്ന സ്ഥലം, വസ്ത്രം, സ്വന്തം ദേഹം എന്നിവ ധൂപിക്കുന്നയാൾ ത്രിലോകവാസികളെയും മുഗ്ധമാക്കി തൻ്റെ അധീനത്തിൽ വരുത്തുന്നു. ഭൃംഗരാജ, കേശരാജ, ലജ്ജ, സഹദേവിക എന്നിവ കൂട്ടിയരച്ച് തിലകം തൊട്ടാൽ ത്രിഭുവനത്തിലെ സർവ്വമാനവരും മുഗ്ധരായിത്തീരും. യന്ത്രം 1. ചക്രം കൊടുത്തിട്ടുണ്ട്. റോളി ഗോരോചനം അനാമിക വിരലിൽ നിന്നുള്ള രക്തം ചേർത്ത് ബുർജപത്രത്തിൽ എഴുതണം. ദേവദത്ത എന്ന സ്ഥാനത്ത് വ്യക്തിയുടെ പേര് ചേർത്ത് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ കൈത്തണ്ടിൽ കെട്ടിവെക്കുകയോ ചെയ്താൽ സമ്മോഹനമാകും. ഹംസവതി, ധതൂരത്തിൻ്റെ പൂവ്, ലജ്ജാവതി, ഭൃംഗരാജ എന്നീ പദാർത്ഥങ്ങൾ യഥാവിധി തുല്യമായി എടുത്ത് പൊടിച്ച് നെയ്യിൽ ചേർത്ത് വസ്ത്രത്തിൽ തിലകം ചാർത്തിയാൽ സർവ്വലോകത്തെയും മുഗ്ധനാക്കാൻ കഴിവുള്ളനാകും. യന്ത്രം 2. ഈ യന്ത്രം കൊണ്ട് ദുഷ്ടജനങ്ങളെപ്പോലും സമ്മോഹനപ്പെടുത്താനാകും. ചുവന്ന പദാർത്ഥം കൊണ്ട് സാധ്യ വ്യക്തിയുടെ പേരെഴുതി തേനിൽ മുക്കിയിടണം. എന്നാൽ ദുഷ്ടജനം പോലും മോഹിതരാകും. കരിതാലം, മൈനശില, ഭ്രമരപക്ഷം എന്നിവ സമാസം എടുത്ത് അതിൽ കൃഷ്ണോന്മത്തിൻ്റെ പൂവ് ചേർത്ത് അരച്ച് ഗുളികയാക്കി വെച്ച് ഇതിൽ വെള്ളത്തിൽ ചാലിച്ച് തിലകം തൊടുന്നവൻ 3 ലോകങ്ങളെയും വിമോഹിതനാക്കുന്നു. മന്ത്രം: ഓം അം ആം ഇം ഈം ഉം ഊം ഇറും ഹും ഫട്ട്. ഈ മന്ത്രം ജപിച്ച് താമ്പൂലം ഉണ്ടാക്കി സാധ്യനാമം ചേർത്ത് ചൊല്ലി അയാളുടെ വായി കൊടുത്താൽ അയാൾ ആ ക്ഷണം സമ്മോഹിതനായിത്തീരും. 50. ഓം ഭീം ക്ഷാം ഭീം മോഹയ മോഹയ ഓം നമോ ഭഗവതി പാദപങ്കജ പരാഗേഭ്യ. ഈ മന്ത്രം 3 തവണ ജപിച്ച് താമ്പൂലം ഉണ്ടാക്കി കൊടുത്താലും വ്യക്തി മോഹിതനാകും. ശുഭാമൂലം, ബീജം, രക്തചന്ദനം, ഏലത്തിൻ്റെ ബീജം ഇവ സമമായി എടുത്ത് പൊടിച്ച് താമ്പൂലത്തിൽ വെച്ച് സാധ്യ വ്യക്തിയെ കൊടുത്താലും തൻ്റെ കൈകൊണ്ട് തീറ്റിയാലും പരമേശ്വരൻ പോലും മോഹാസക്തനായിത്തീരും. യന്ത്രം 1. മന്ത്രം 49 ജപിച്ച് സാധ്യ വ്യക്തിയുടെ പേര് ചേർത്ത് ബുർജപത്രത്തിൽ എഴുതി പുഷ്പാദികളെ കൊണ്ട് പൂജിക്കണം. അത് സ്ഥാപിച്ചാൽ തന്നെ വ്യക്തി മോഹഗ്രസ്തനായിത്തീരും. മന്ത്രം 2. ഈ യന്ത്രത്തെ ബുർജപത്രത്തിൽ വ്യക്തിയുടെ പേരും ചേർത്ത് ഗോരോചനം കൊണ്ട് എഴുതി ഭുജത്തിൽ കെട്ടിയാൽ അയാൾ സമ്മോഹിതനായിത്തീരും. വൃശ്ചിഫലത്തിൻ്റെ ചൂർണം ധൂപിച്ചാൽ മനുഷ്യർക്ക് മോഹകാരകമായിത്തീരും. വൃശ്ചി എന്നതിന് ഭുച്ചി എന്ന പാഠഭേദം കാണുന്നുണ്ട്. ഗരളം, വത്സനാഭൻ എന്ന് പറയുന്നുണ്ട്. ധൂർത്ത പഞ്ചാംഗം ഇതിൻ്റെ ഇല, പൂ, ഫലം, തൊലി, വേര്, എരുമയുടെ രക്തം, വെളുത്ത ജീരകം, നിശ, ഗുൽഗുലം എന്നിവ 10 കൂട്ടം നിയോഗിച്ച് കൂട്ടി പൊടിച്ച് ധൂപിച്ചാൽ മനുഷ്യർ മാത്രമല്ല നിർജ്ജീവമായ കല്ലുപോലും മോഹിതനാവും. നിശ എന്നതിന് പകരം ശില എന്ന പാഠഭേദമുണ്ട്, എന്നാൽ ശിലാജിത്താവും. കലിനി, വത്സനാഭം, ദദൂരം, ശിഖുവിഷ്ട ഇവ സമം ചേർത്ത് ധൂപിച്ചാൽ മോഹിതനാവും. ചുച്ചുന്തരി, സർപ്പമുണ്ടം, തേളിൻ്റെ കൊമ്പ്, ഹരിതാല എന്നിവ സമമെടുത്ത് ധൂപിച്ചാൽ സർവ്വജനങ്ങളും മോഹിതനാവും. അങ്ങനെ മോഹനം കഴിഞ്ഞു. ശത്രുമോഹനം. അധപുഷ്പി, ശിഖ, ശ്വേതപരാജിത, ഗിരികർണിക, ഗോരോചനം വരച്ച് ലലാടത്തിൽ തിലകം ചാർത്തിയാൽ ശത്രു മോഹിക്കപ്പെടും. ഹരിതാലം, ധതൂരം എന്നിവ വെറ്റിലയിൽ ചേർത്ത് ശത്രുവിന് തിന്നാൻ കൊടുത്താൽ അയാൾ ഉന്മത്തന അവസ്ഥയിലായിത്തീരും. മോഹശമനം. ശ്വേതകമല പുഷ്പം, വെള്ളത്താമര തേനിൽ ചേർത്ത് പാൻ തയ്യാറാക്കി കഴിച്ചാൽ അയാൾ സ്വാഭാവികാവസ്ഥയിലായിത്തീരും. ശത്രുമോഹനം കഴിഞ്ഞു. രഞ്ജനം. ദേഹരഞ്ജനം, ദേഹ ദുർഗന്ധ നിവാരണം. സംഭവത്തിനുമായി സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ പ്രീതിക്കായും അവരുടെ സന്തോഷത്തിനായും ശരീരത്തിലെ ദുർഗന്ധങ്ങൾ മാറ്റി സുഗന്ധപൂരിതമാക്കുന്നതിന് ആവശ്യമായ ദേഹരഞ്ജന ക്രിയകൾ നിർബന്ധമായി ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ വിലാസലോലുപരായ വ്യക്തികൾക്ക് വേണ്ടി ഗന്ധാദി കർമ്മങ്ങൾ പറയാം. ഹരീതകി, ലോത്ര, വേപ്പില, സപ്തച്ഛതം, സതന, ദാഡിമവൽക്കലം എന്നിവയെല്ലാം കൂടി അരച്ച് ശരീരത്തിൽ തേച്ചു പിടിക്കണം. എന്നാൽ ശരീരം ദുർഗന്ധം മാറി സുഗന്ധപൂരിതമാകും. ഹരീതകി, ശ്രീഫലം, മുസ്ത, ചിഞ്ചാഫലം, ത്രികം, ഹരട്, കരഞ്ചബീജം എന്നിവയെല്ലാം കൂടി വെള്ളം ചേർത്ത് അരച്ച് ദേഹത്ത് തേച്ചു പിടിച്ചാൽ വേനൽക്കാലത്തുള്ള വിയർപ്പ് മണം മാറുന്നതാണ്. ഹരീതകി, രക്തചന്ദനം, മുസ്താനാഗർ, ഉഷീര, ലോത്ര, കുഠം, ഹൽദി എന്നിവ സമഭാഗി എടുത്ത് ജലം ചേർത്ത് അരച്ച് പുരട്ടണം. എന്നാൽ എല്ലാ ദുർഗന്ധവും പോകും. കദംബപത്രം, ലോധ്രം, അർജുനവൃക്ഷത്തിൻ്റെ പൂവ് ഇവ അരച്ച് ദേഹത്ത് പുരട്ടിയാലും ദേഹത്തിൻ്റെ ദുർഗന്ധം ഇല്ലാതാവും. ചന്ദനം, ഉഷീരം, കരഞ്ച
പത്രം, കോലംക്ഷം, നാഗകേസരം, അഗുരു, അക്ഷമജ്ജ എന്നിവയെല്ലാം ചേർത്ത് ശരീരത്തിൽ തേച്ചാൽ വളരെ കാലത്തേക്ക് ദുർഗന്ധം ഉണ്ടാവുകയില്ല. കോലാക്ഷത്തിന് പകരം ബാലപത്രം ഉപയോഗിക്കാമെന്ന് കാണുന്നു. ദാഡിമത്തിൻ്റെ തൊലി, ലോധ്രം, താമരപ്പൂ, തേൻ സമമായി എടുത്തരച്ച് വേപ്പിൻ ഇല ചേർത്ത് ശരീരത്തിൽ പുരട്ടണം. എന്നാൽ വേനൽക്കാല വിയർപ്പിൻ്റെ നാശത്തിൽ നിന്ന് യുവതികളെ രക്ഷിക്കാം. കേസരം, ഉഷീരം, ശിരീഷം, ലോധ്രം ഇവ പൊടി ശരീരത്തിൽ തേച്ചാൽ വേനൽക്കാലത്തുണ്ടാകുന്ന വിയർപ്പ് ഗുണം ഇല്ലാതാകും. ഇത് ഭോജരാജൻ പറഞ്ഞിട്ടുള്ളതാണ്. 9. തിലം, സർഷഭം, രജനീദ്വയം, ഹൽദിയും ദാരുഹൽദിയും, ദുർവം, ഗോരോചനം, കുഷ്ഠം ഇവ ആട്ടിൻ മൂത്രത്തിൽ അരച്ച് ശരീരത്തിൽ തേച്ചാൽ ശരീരം സുഗന്ധപൂരിതമായി തീരും. ശരീര സൗന്ദര്യവും വർദ്ധിക്കും. 10. ഹരിതകി, തോയം എന്നിവ തുല്യമായും വനേരുഹം 4 എടുത്ത് ഇവയെല്ലാം കൂട്ടിയതിൻ്റെ പകുതി നഖതാലമഖാന ചേർത്ത് പൊടിച്ച് ദേഹത്ത് തേച്ചാൽ, ഗുഹ്യത്തിലും തേച്ചാൽ അവിടെയുള്ള ദുർഗന്ധം ഇല്ലാതായിത്തീരും. ഏലക്ക, കച്ചൂരിക്കിഴങ്ങ്, പത്രി, ചന്ദനം, നഗരമോഥ ഇവയെല്ലാം അരച്ച് ദേഹത്ത് തേച്ചാൽ സർവ്വത ദുർഗന്ധങ്ങളും പോകും. നരമോഹൻ എന്ന് പേരാണ്. ദധൂരം, കേസരം, നഗരമോഥ, നേത്രവല, ലോഹം, കർപ്പൂരം ഇവ തുല്യമായിട്ട് അരച്ച് തേച്ചാൽ എല്ലാവർക്കും പ്രിയമുള്ളതാകും. ഉഷീരം, അഗുരു, ചന്ദനം, തേജപത്രം, നേത്രവല എന്ന് തുല്യമായി എടുത്ത് അരച്ച് ദേഹത്ത് പിടിപ്പിച്ചാൽ വിലാസിനിയുടെ ശരീരങ്ങൾ ചന്ദനമണം പോലുള്ള സുഗന്ധങ്ങൾ. ദേഹരഞ്ജനം കഴിഞ്ഞു. നമസ്കാരം.